പാസ്റ്റർ അതുകൊണ്ടൊക്കെ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ഖത്തർദാസ് എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തക്കായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഓർപ്പിച്ച വേദഭാഗം 50-ാം സങ്കീർത്തനം 13-14 വാക്യം. ഞാൻ കാളകളുടെ മാംസം തിന്നുമോ, കോലോട്ടുകുറ്റന്മാരുടെ രക്തമോ? ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്ക, അത്യുന്നതനെ നിന്റെ നേർച്ചകളെ കഴിക്ക. മതി. സ്തോത്രം ആസാഫിനാൽ എഴുതപ്പെട്ടതായ ഒരു സങ്കീർത്തനമാണ് 50-ാമത്തെ സങ്കീർത്തനം. ഈ കുറിവാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ആദ്യമേ 2 യാഗങ്ങളെ കുറിച്ച് നമുക്ക് ദിവസങ്ങളിൽ ഒരുമിച്ച് ചിന്തിക്കാം. ഒരു യാഗത്തെ കുറിച്ച് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിന്റെ 20-ഉം 21-ഉം വാക്യങ്ങൾ. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവുകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. മനുഷ്യന്റെ സ്തോത്രം. നോഹയുടെ കാലത്ത് ഭൂമി വെള്ളത്താൽ നശിപ്പിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ ആ വെള്ളപ്പൊക്കത്തിൽ 8 പേരെ ദൈവം, നോഹ ഉൾപ്പെടെ തന്റെ കുടുംബത്തെയും 3 മക്കളെയും മരുമക്കളെയും ആ ജലപ്രളയത്തിൽ നിന്ന് വിടുവിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. വെള്ളപ്പൊക്കം കഴിഞ്ഞ് അരാരാത്ത് പർവ്വതത്തിൽ ഹല്ലേലൂയ പെട്ടകം ഉറച്ചു. അതിൽ നിന്ന് പുറത്തിറങ്ങിയതായ നോഹ, ശ്രദ്ധിക്കുക, പ്രൈസ് ഗോഡ്, ചൂടാമാന വൈദാരാജ, ആമീൻ, ഹല്ലേലൂയ, സ്തോത്രം. ആദ്യം ചെയ്തത് ഒരു യാഗപീഠം പണിതു. ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം. അതിന്മേൽ ശുദ്ധിയുള്ള, ആമീൻ, ഹല്ലേലൂയ, മൃഗങ്ങളെയും പക്ഷികളെയും ആമീൻ യാഗം കഴിച്ചു. സ്തോത്രം. ആത്മാവ് ദൂത് പറയുന്നു, സമയത്തിന്റെ ചുരുക്കത്തിൽ ഹല്ലേലൂയ, നമ്മളുടെ പ്രാർത്ഥന എന്ന് പറയുന്ന യാഗം അർപ്പിക്കുമ്പോൾ ദൈവമക്കൾ പ്രത്യേകാൽ ഒരു കാര്യം ഓർക്കണം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ജീവനുള്ളവൻ ആരും ദൈവസന്നിധി നീതിമാൻ ആകയില്ല. ആകയാൽ ഈ തിരുവചനം പ്രത്യേകാൽ ദൈവമക്കളോട് ദൂത് പറയുകയാണ്. സ്തോത്രം. തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ ശുദ്ധീകരിച്ച് ഹല്ലേലൂയ കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവ സന്നിധിയിൽ സമർപ്പിച്ചിട്ട് വേണം ഹല്ലേലൂയ മുന്നോട്ട് പ്രാർത്ഥനാ ജീവിതം പ്രാർത്ഥിച്ച് മുന്നേറുവാൻ. ഗ്ലോറി. എന്ത് സംഭവിച്ചു അപ്പോൾ? ആമീൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുദ്ധിയുള്ളതായ ശുദ്ധിയുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ അതര ശുദ്ധിയായിരിക്കണം, നമ്മുടെ ജീവിതം ശുദ്ധിയായിരിക്കണം. അങ്ങനെ ഉയരുന്നതായ പ്രാർത്ഥനയുടെ ഫലമായി ഇവിടെ പറയുകയാണ്, മൃഗത്തായ വിശുദ്ധിയുള്ള മൃഗത്തിന്റെ ഹല്ലേലൂയ, ഹല്ലേലൂയ യാഗം നടക്കുമ്പോൾ അതിൽ നിന്ന് ഉയർന്നതായ സൗരഭ്യവാസനം മണത്തപ്പോൾ എന്ത് സംഭവിച്ചു? യഹോവ ഒരു കാര്യം പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ഇനി ഭൂമിയെ നശിപ്പിക്കയില്ല. ശ്രദ്ധിക്കണം ദൈവമക്കൾ. ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഹല്ലേലൂയ കഴിഞ്ഞ 32 വർഷക്കാലമായി കർത്താവിന്റെ ശുശ്രൂഷയിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ മറഞ്ഞിരിക്കുന്ന ഒരു മർമ്മ ഇന്ന് ഞാൻ നിങ്ങളോട് അസന്നിഗ്ധമായി വെളിപ്പെടുത്തുകയാണ്. സ്തോത്ര. എല്ലാ ഹല്ലേലൂയ, ഹല്ലേലൂയ, സാത്താന്റെ തന്ത്രങ്ങളായിരിക്കില്ല, സാത്താന്റെ ഹല്ലേലൂയ പ്രവർത്തനങ്ങളായിരിക്കില്ല,
ഭവിക്കുകയില്ല എന്ന് ഹല്ലേലൂയ സ്തോത്ര ഈ തിരുവചനം ഓർപ്പിക്കുന്നു. എന്ത്? ആമേൻ, ദൈവത്തിന്റെ ശാപം ഭൂമിയിലായതുകൊണ്ടാണ് വെള്ളത്താൽ ഭൂമിയെ നശിപ്പിച്ചത്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഹല്ലേലൂയ ആമേൻ ഒരു കാര്യം ദൈവസന്നിധിയിൽ ഓർത്തോണം. ആമേൻ ആമേൻ നമ്മുടെ ജീവിതം വിശുദ്ധിയോട് കൂടിയ പ്രാർത്ഥനയാണ്. ദൈവമോ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുകയാണ് എന്ന് ആത്മാവിൽ ഉറപ്പ് പ്രാപിച്ചിട്ട് വേണം മുൻപോട്ട് പോകുവാൻ. എല്ലാം സാത്താനല്ല ദൈവമക്കളെ നമ്മുടെ പ്രശ്നത്തിന് പ്രതികൂലമായി നിൽക്കുന്നത്. ആമേ സ്തോത്രം, ഗ്ലോറി, റിക്കമന, ജൂഡബല, വൈദാരാജ, ദീപരവ. ആമേൻ വിളിയാം ഒരടിയൂടെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ആമേ സംഭവം ആമേൻ വളരെ പ്രയാസകരമായി തീർന്നേനെ. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. നാം പഠിച്ചാൽ ആമേ അപ്പോസ്തല പ്രവർത്തികൾ 16:6 ആമേൻ നല്ല പ്രവർത്തിക്ക് വേണ്ടി ആസ്യയിൽ സുവിശേഷം പറയുവാൻ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസും ശീലാസും കടന്നുപോയി. ആമേൻ അവിടെ ചെന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു. ആമേൻ സ്തോത്രം, ഗ്ലോറി, ഇത് സാത്താന്റെ തന്ത്രമാണ് എന്ന് പറഞ്ഞവർ പിറകോട്ട് ആമേൻ 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 മുമ്പോട്ട് പോയില്ല. കാരണം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ സ്തോത്ര, ഹല്ലേലൂയ, അത് ദൈവത്തിന്റെ കരമാണ് തടഞ്ഞത്. ആമേൻ നാം ആയിരുന്നെങ്കിൽ ശ്രദ്ധയോടെ കേൾക്കുക, അതിനെതിരെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ആമേൻ ആമേൻ വഷളാക്കാതെ ആമേൻ ദൈവത്തിന്റെ ഹിതം എന്തെന്ന് ദൈവസന്നെ മുഴങ്കാലിന്മേൽ ഇരുന്ന് ഉപവസിച്ച് ആത്മാവിനോട് ആലോചന ചോദിക്കണം. അവിടെ നിന്നും ഇതിനിലേക്ക് ആമേൻ കടന്നു പോകുവാൻ ആഗ്രഹിച്ചപ്പോൾ എന്ത് സംഭവിച്ചോ? അവിടെ യേശുവിന്റെ ആത്മാവനെ തടഞ്ഞു. ഗ്ലോറി സ്തോത്രം. ദൈവമക്കളെ, ഇവിടെ എന്താണ് തടസ്സമായി നിന്നത്? ദൈവത്തിന്റെ കരമാണ്. അതുകൊണ്ട് യാഗം കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. പ്രാർത്ഥന കഴിക്കുമ്പോൾ ആദ്യമേ വിശുദ്ധീകരണം ഉണ്ടാകണം. ദൈവത്തോട് ആമേൻ കുറവുകളേറ്റു പറയണം. ആമേൻ. അതുകൊണ്ടാണ് സ്വത്ര പ്രേ എന്ന് പറയുന്ന PRAY. P for praising, R for repenting. ആമേൻ റിപ്പന്റിങ് കഴിയാതെ നമ്മുടെ ആവശ്യത്തിലേക്ക് ആമേൻ കടന്ന് കയറരുത്. ഏതെങ്കിലും പ്രയാസം കൊണ്ട് ആമേൻ ആമേൻ ദൈവം അനുവദിക്കാതെ ആമേൻ സാത്താൻ ഇടപെടത്തില്ലെന്ന് പ്രത്യേകം ഓർത്തുകൊള്ളണം. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഹല്ലേലൂയ യോബിന്റെ കാര്യത്തിൽ ആമേൻ ഹല്ലേലൂയ സാത്താൻ ദൈവസന്നിധിയിൽ നിന്നത്. ഗ്ലോറി, അത് ഞാൻ വിസ്തരിക്കുന്നില്ല. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ അനുവാദമില്ലാതെ ആമേൻ ഒരു സാത്താനും ഒന്നും ചെയ്യുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഈ പിശാച സാത്താൻ ദൈവത്തിന്റെ പ്രൊഡക്റ്റാണ്. ഹല്ലേലൂയ ഗ്ലോറി സ്തോത്ര, ഹല്ലേലൂയ. അവർ ദൈവസന്നിധി മുട്ടുമടക്കി. ദൈവത്തിന്റെ ആലോചന അവിടെ പോകുവാനല്ല, ദൈവത്തിന്റെ ആലോചന അവരെ ഫിലിപ്പിയയിലേക്ക് അയക്കുവാനാണ്. എന്താണ് സംഭവിച്ചത്? അവിടെ ചെന്ന് മെഗാ ക്രൂസോടൊന്നും നടത്തില്ല. ആറ്റിൻതീരത്തിരുന്നപ്പോൾ അവിടെ വചനം കേൾക്കാൻ ആള് വന്നു, സ്ത്രീകൾ വന്നു. അതിൽ സമ്പന്നയായ ആ രക്ഷാംബരം വിൽക്കുന്നതായ ലൂദിയായുടെ ഹൃദയത്തെ ദൈവം തൊട്ടു. അന്ന് മുതൽ ആമേൻ ഫിലിപ്പിയയിൽ വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്ന് ഫിലിപ്പിയ സഭ ആരംഭിക്കുവാൻ തക്കവണ്ണം ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ഇടയാക്കി. ആകയാൽ സ്വത്ര ദൈവത്തിന്റെ പൈതലേ, യഹോവ എന്താണ് തീരുമാനിച്ചത്? ഇനി ഞാൻ ഭൂമിയെ ശപിക്കുകയില്ല. ഈ വചന കേൾവി ദൈവാത്മാവ് ദൈവമക്കളുടെ പേഴ്സണലായി വ്യക്തികളായി ആമേൻ ഇടപെടുകയാണ്. ദൈവത്തിന് ഹിതമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ കരം നിന്റെ വിഷയത്തിന്റെ മേൽ ഭാരമായിരിക്കുന്നുണ്ടെങ്കിൽ താണ വീണ് കണ്ണുനീരോടെ അവനോട് അപേക്ഷിച്ചിട്ട് വേണം അടുത്ത പടിയിലേക്ക് കടക്കുവാൻ. നേരിട്ട് വിഷയങ്ങളിലേക്ക് കടക്കരുത്. അതിന്റെ പുറകിലുള്ളതായ പ്രതികൂലങ്ങളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, ദൈവത്തിന്റെ കരം ഭാരമായിട്ടുണ്ടോ ആമേൻ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. സ്വത്ര അങ്ങനെയുള്ളതായ യാഗപീഠത്തിന്മേൽ നിന്ന് ഉയരുന്നത്
സൗരഭ്യമാസനയാണ്. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീരുകയാണ്. നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് പ്രസാദമുള്ളതായി തീരുകയാണ്. റിബല ജൂഡബല. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പലപ്പോഴും ദൈവജനം സത്യം മനസ്സിലാക്കാതെ മുന്നോട്ട് ഭാഗം വെക്കുമ്പോൾ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വർദ്ധിക്കാൻ വർദ്ധിപ്പിച്ച് തളർത്തുന്ന കോരുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോയി അവരെ സത്യാത്മാവിൽ ബലപ്പെടുത്തേണ്ടതിന് വേണ്ടി പ്രത്യേകാലേൽപ്പിക്കുന്ന കർത്താവിന്റെ പുനനാമത്തിന് സ്തോത്രം. സൗരഭ്യവാസന മണത്തപ്പം കേട്ടോ. അടുത്തത് 21 വായിച്ചല്ലോ, 22 തൊട്ട് താഴോട്ട് വായിച്ചേ. 22 തൊട്ട് വായിച്ചു. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ഓഫർ വന്നു. വായിച്ചോ. വേനലും വർഷവും രാവും പകലും നിന്നു പോകുകയുമില്ല. ദൈവം നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തെന്നാൽ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവി. ഏതെല്ലാം മണ്ഡലങ്ങളിലാ ദൈവത്തിന്റെ ആത്മാവരെ ദൈവം അവരെ അനുഗ്രഹിച്ചത്. സ്തോത്ര സ്തോത്ര സ്തോത്ര. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യരെ, നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിടുതലിന്റെ കരം നീട്ടുകയാണ് ഈ വചനത്തിൽ കൂടെ. ഈ വചനത്തെ പിൻപറ്റുമെങ്കിൽ, ഫോളോ ചെയ്യുമെങ്കിൽ സ്തോത്രം, നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ മഴയും മഞ്ഞും ഉണ്ടാകും. കൃഷി സമൃദ്ധിയാകും, വിത്തും വിതയും ഉണ്ടാകും. സ്തോത്ര. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അനുഗ്രഹം ആ കുടുംബത്തിന്റെ മേൽ ദൈവം ചൊരിയുക. ഈ വചനം കേൾക്കുന്ന ദൈവ വൈതലേ, നീ തീരുമാനമെടുത്തെങ്കിൽ കർത്താവിന്റെ അഭിഷിക്തൻ എന്ന നിലയിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് വലിയവനായ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. രക്തം ജയമെടുക്കുന്നു, രക്തത്താലും വചനത്താലും ജയം. അടുത്തതായിട്ട് വേറൊരു യാഗത്തിലേക്ക് നമുക്ക് കടക്കാം. സ്തോത്രം. 1 രാജാക്കന്മാർ 18:30 ആദ്യം വായിച്ചാട്ടെ. സ്തോത്രം. 18:30 1:18-30. അപ്പോൾ ഏലിയാവ്, എന്റെ അടുക്കൽ വരികയും എന്ന സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവന്റെ അടുക്കൽ ചെന്നു. അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. നിനക്ക് ഇസ്രായേൽ എന്ന് പേര്. മതി നിർത്തിക്കേ. സ്തോത്രം. ഗ്ലോറി. യാഗം കഴിക്കുന്നതിന് മുന്നമേ ഇതിന്റെ ആത്മീയ അർത്ഥം പറഞ്ഞ് മുമ്പോട്ട് പോവുക. യാഗം കഴിക്കുന്നതിന് മുൻപേ ആദ്യമേ ചെയ്യേണ്ടത്, ഇവിടെ ഏലിയാവ് സ്തോത്രം വർഷങ്ങളായി ദൈവ വഴിയിൽ നിന്ന് അകന്നു നിന്നതായ ആഹാബും ജാതീയ സ്ത്രീയായ തന്റെ ഭാര്യ ഇസബേലും കൂടെ ദൈവത്തിനുള്ള യാഗം ഹല്ലേലൂയ നിർത്തലാക്കി അന്യ വിഗ്രഹങ്ങളെ സേവിക്കുന്ന ഒരു സ്ത്രീ ആ രാജ്യത്തെ ഹല്ലേലൂയ വഷളാക്കി. യാഗപീഠത്തിന്മേൽ യാഗം നടക്കുന്നില്ല. കല്ലുകൾ ഇടിഞ്ഞു കിടക്കുകയാണ് യാഗപീഠത്തിന്റെ. സ്തോത്രം. ആദ്യമേ ഏലിയാവ് ചെന്നിട്ട് ഇടിഞ്ഞു കിടന്നതായ യാഗപീഠം അത് ഹല്ലേലൂയ നന്നാക്കി ദൈവസന്നിധിയിൽ മുട്ടമടക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവ പൈതലെ ഹല്ലേലൂയ ഗ്ലോറി റിബല ജുഡബല ദീബല വൈദഗരാജ നീ വാ തുറക്കുമ്പോൾ ആദ്യമേ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന്റെ തീയ നിന്റെ ഹല്ലേലൂയ യാഗപീഠത്തിന്മേൽ ഇറങ്ങണമെങ്കിൽ, നിന്റെ വിഷയത്തിന്മേൽ ഇറങ്ങണമെങ്കിൽ
ഇടിഞ്ഞു കിടക്കുന്ന കല്ല് ജീവിത യാത്രയില് ബന്ധങ്ങളിൽ വന്ന ഹല്ലേലൂയ ആമേൻ തകർച്ചകള്, കൊടുക്കവാങ്ങലിൽ വന്ന തകർച്ചകള്, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വന്ന കുറവുകള്, പ്രാർത്ഥനാ ജീവിതത്തിൽ ആമേൻ വചന ധ്യാനത്തിൽ ആമേൻ 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 ആ ഇടിവുകളൊക്കെ ആമേൻ ദൈവസന്നിധി ആമേൻ പരിഹരിച്ചിട്ട് വേണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് തിരുവചനത്തിൽ കൂടെ വ്യക്തമായി ദൈവമക്കളോട് ദൂത് പറയുകയാണ്. ആമേൻ സ്തോത്രം. നിങ്ങൾ ആരും ആമേൻ ഡയറക്റ്റ് പ്രാർത്ഥനാ വിഷയത്തിലേക്ക് കയറല്ലേ. ദൈവസന്നിധിയിൽ ആദ്യമേ തങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് ആമേൻ മനുഷ്യൻ പാപത്തിന്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ആമേൻ അവന്റെ ചിന്തകളും അവന്റെ ഹല്ലേലൂയ ആലോചനകളും പലപ്പോഴും മറിഞ്ഞ് ഹല്ലേലൂയ പോകുന്നതാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ആ കുറവുകളെ എല്ലാം ദൈവത്തോട് ഏറ്റു പറഞ്ഞിട്ട് വേണം പ്രാർത്ഥനയിലേക്ക് കിടക്കുവാൻ. അതാണ് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്. ഇടിഞ്ഞു കിടക്കുന്ന കല്ല് അത് ചിലപ്പോൾ അപ്പനും മക്കളുമായിട്ടായിരിക്കാം, അമ്മയും മക്കളുമായിട്ടായിരിക്കാം, മരുമക്കളുമായിട്ടായിരിക്കാം, അയൽവാസികളുമായിട്ടും ആയിരിക്കാം, കൂട്ടു സഹോദരങ്ങളുമായിട്ടായിരിക്കാം. ഏത് വിഷയത്തിന്റെ മുകളിലും ആമേൻ ആമേൻ ദൈവഹിതമല്ലാത്ത ആമേൻ ഇടിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം. അത് ആമേൻ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. ആ ഇടിവുകളെ പണിതിട്ട് വേണം അടുത്ത യാഗത്തിന് ആമേൻ സ്തോത്രം പ്രാർത്ഥന വിഷയത്തിൻ്റെലേക്ക് കടന്നു കയറുവാനെന്ന് ആമേൻ സ്തോത്ര ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. ആമേൻ ശ്രദ്ധിച്ച് അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമേൻ സ്തോത്രം 12 ഗോത്ര സംഖ്യക്ക് ആമേൻ 12 ഗോത്ര സംഖ്യക്കൊത്തവണ്ണം 12 കല്ലെടുത്തു വെച്ചു. ആമേൻ 12 ഹല്ലേലൂയ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടിവരുത്തുന്ന ആമേൻ ഒരു മനയുടെ ആരെയും അകറ്റി നിർത്താൻ ദൈവാത്മാവ് ആമേൻ സ്തോത്ര ഹല്ലേലൂയ ദൈവമക്കൾ എന്ന് പറയുന്നത് അകൽച്ചയിൽ ജീവിക്കാതെ ആമേൻ ഹല്ലേലൂയ ഈ 12 കല്ലുകൾ ആമേൻ ഐക്യതയെ കാണിക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ ദൈവവൈദ്യലെ നീ മുട്ടമടക്കുക ആമേൻ ഏതെങ്കിലും വിഷയത്തിൽ നിന്റെ കൂട്ട സഹോദരങ്ങൾ ആരെങ്കിലും അകന്നു നിൽക്കുന്നു എങ്കിൽ അവരെ കൂടെ ചേർത്ത് വെച്ചിട്ട് വേണം, അവരെ കൂടെ ദൈവസന്നിധിയിൽ വിളിച്ചിട്ട് വേണം, ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ടുവന്ന് അവരോട് പറയേണ്ടത് ആമീൻ, അവരോട് ക്ഷമിക്കേണ്ടത്, അവരോട് ഏറ്റു പറയേണ്ടത് എല്ലാ ആമീൻ പരിഹരിച്ച് ഒരു മെനപ്പെട്ട് ദൈവസന്നിധി മുടങ്കാലം അടക്കുമ്പോൾ അതിന് ശേഷമാണ് ആമേ സ്തോത്ര ഹല്ലേലൂയ. ഏലിയാവ് എന്ത് ചെയ്തെന്നറിയാമോ? ആമേ യാഗപീഠത്തിന് ചുറ്റും 2 സെയാ വിത്ത് വിതപ്പാൻ തക്കവണ്ണം ആമേൻ അധികം വലിപ്പമൊന്നുമില്ല തോടിന്. ആമേ സ്തോത്രം. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ആത്മാവ് ദൂത് പറയുകയാണ്. ആമേ സ്തോത്രം. ഇത് എന്തിനെ കാണിക്കുന്നു? ഹല്ലേലൂയ സ്തോത്രം. വേർപാടിനെ കാണിക്കുന്നു. നീ ദൈവ പൈതലെങ്കിൽ, സ്നാനപ്പെട്ട ദൈവ പൈതലെങ്കിൽ ആമേൻ നിനക്ക് വെച്ചിട്ടുള്ളതാണ് വേർപാടും വിശുദ്ധി. നീ ഏതെല്ലാം വിട്ടിട്ട് ദൈവസന്നിധിയിൽ വന്നോ അതിലേക്ക് മടങ്ങി പോകരുത്. ആമേൻ. അതാണ് ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്. ആമേൻ. വേർപാടും വിശുദ്ധിയും അത് വാക്കിലുണ്ടായിരിക്കണം, അത് പ്രവൃത്തിയിലുണ്ടായിരിക്കണം. അച്ഛന്റെ വീട്ടിലെ കൊച്ചിന്റെ 28 കെട്ടിന് നീ പോകരുത്. ആമേൻ. അത് വ്യവസ്ഥയിലുള്ളതല്ല. ആമേൻ. മാമോദീസായിക്ക് പോകരുത്. അവര് പിണങ്ങുവന്ന് 32 കൊല്ലമായി എന്റെ രക്തബന്ധങ്ങളുടെ കുഞ്ഞുങ്ങളെ ആമേൻ ഹല്ലേലൂയ ആമേൻ സ്നാനത്തിന് പോലും ആമേൻ തളിക്കൽ സ്നാനത്തിന് പോലും ഞാൻ പോകത്തില്ലാത്ത ഒരു വ്യക്തിയാണ്. ആമേൻ. ആകയാൽ ആമേൻ സ്തോത്ര ഹല്ലേലൂയ. ആ ഭാഗം ഞാൻ പറയുന്നതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഛർദിച്ചത് തിരിച്ചു തിന്നുവാൻ ആമേൻ തിരിഞ്ഞു പോകരുത്. നിന്റെ യാഗപീഠം, നിന്റെ പ്രാർത്ഥന വേറെ ശൂന്യമായി തീരുമെന്ന്
ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് ആമേ കർത്തൃദാസൻ എന്ന നിലയിൽ ആത്മാവി ദൂത പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയാകുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെങ്കിൽ, നിന്റെ യാഗപീഠത്തിന്മേൽ നിന്റെ ജീവിതത്തിൽ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടണമെങ്കിൽ, ആമേ കൃപാവരങ്ങൾ ജ്വലിക്കണമെങ്കിൽ, അന്യഭാഷ ജ്വലിക്കണമെങ്കിൽ, നീ ഒരു വേർപാടും വിശുദ്ധിയും കാത്തു പരിപാലിച്ച് മതിയാകെയുള്ളൂ. സ്തോത്രം. അതിന് ശേഷം അതിനുശേഷമാണ് വിറക് അടുക്കി. സ്തോത്രം. ഗ്ലോറി. ആമേൻ. കാളയെ കണ്ണമായി മുറിച്ച് യാഗപീഠത്തിന്മേൽ വെക്കുക. ഈ വചനം കേൾക്കുമ്പോൾ ദൈവസന്നിധിയിൽ നുറങ്ങുന്ന അനുഭവം ഉണ്ടെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ ദൈവം വിടുവിക്കുന്നു. നുറുക്കപ്പെട്ട അനുഭവവുമായി ആമേൻ ദൈവസന്നിധിയിൽ വേദനയോടെ, ആമേൻ, കർത്താവേ എന്റെ കുറവുകളെ ക്ഷമിക്കൽ, തെറ്റുകളെ പൊറുക്കൽ, അറിഞ്ഞോ അറിയാതെയോ മറഞ്ഞോ അല്ലാതെയോ കിടക്കുന്ന ഏതെങ്കിലും പാപങ്ങൾ, അതാണ് നെഹമ്യാവ് യെരൂശലേം മതിൽ പണിയുന്നതിന് മുമ്പ് ദൈവസന്നിധി മുഴങ്കാലും അടക്കി ഉപവസിച്ച് പ്രാർത്ഥിച്ചത്. പൂർവപിതാക്കന്മാരുടെ പാപം വരെ ഏറ്റുപറഞ്ഞു കഴിഞ്ഞപ്പോൾ ആമീൻ ജാതീയ രാജാവിന്റെ മുഖം കണ്ടിട്ട് പറയുക, നിന്റെ മുഖം എന്താ പാടിയിരിക്കുന്ന? അഭിഷേകത്തിന്റെ ശക്തി, സമർപ്പണത്തിന്റെ ശക്തി, ആമീൻ, വേണ്ട ആനുകൂല്യങ്ങളെല്ലാം കൊടുത്ത് യെരൂശലേം മതിൽ പണിയുവാൻ തക്കവണ്ണം നെഹമ്യാവിനെ അയച്ച ഒരു ദൈവത്തെ നാം സേവിക്കുന്നത് മറന്നു പോകരുത്. സ്തോത്ര. ആമേൻ. ഹല്ലേലൂയ. എന്നിട്ട് എന്താണ് ചെയ്തത്? സ്തോത്ര. കാളയെ കണ്ണമായി നുറുക്കിയതിന് ശേഷം തൊട്ടിയിൽ വെള്ളം കോരി പല പ്രാവശ്യം അതിന്മേൽ ഒഴിച്ചു. സ്തോത്ര. ദൈവത്തിന്റെ പൈതലേ, അസാധ്യമെന്ന് ഹല്ലേലൂയ ലോകം പറയുന്നതിന്റെ മധ്യത്തിൽ, മെഡിക്കൽ സയൻസ് നോ എന്ന് പറയുന്ന വിഷയത്തിൽ, ആമേൻ, നിന്റെ ലുക്കേമിയ ഇനി സൗഖ്യമാകയില്ലെന്ന് പറയുന്ന വിഷയത്തിൽ, നിന്റെ കുഞ്ഞുങ്ങൾ നന്നാകയില്ലെന്ന് പറയുന്ന വിഷയത്തിൽ, നിന്റെ കുഞ്ഞുങ്ങൾ വിവാഹം കഴിക്കില്ലെന്ന് പറയുന്ന വിഷയത്തിൽ, ആമേൻ 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 സ്വന്തം ഇഷ്ടപ്രകാരം, ആമേൻ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ ആമേൻ ആമേൻ. നിങ്ങൾക്കറിയാമല്ലോ, ഹല്ലേലൂയ, ബില്ലി ഗ്രഹാമിനെ അദ്ദേഹം സുശേഷം കത്തി പടർത്തിക്കൊണ്ട് ലോകമെമ്പാടും നടക്കുമ്പോൾ, ലക്ഷങ്ങൾ ക്രിസ്തുവിലേക്ക് ആദായപ്പെട്ടു കിടക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ മകൻ ഫ്രാങ്ക്ലിൻ ബില്ലി ഗ്രഹാം ഹോട്ടലിൽ തെരുവുവീഴ്ചകളോടെ മദ്യത്തിനോട് മയക്കുമരുന്നിനോട് കൂടി ഉല്ലസിച്ചാടിപ്പാടി നടക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, ഗ്ലോറി, ബില്ലി ഗ്രഹാമിനോട്, ആമേൻ, ഹല്ലേലൂയ, പത്രക്കാർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. താങ്കൾ വലിയ സുവിശേഷവും യേശുവിനെ പ്രസംഗിക്കുന്നല്ലോ, ആമേൻ, ഗ്ലോറി ടു ഗോഡ്, താങ്കളുടെ മകനല്ലേ ഈ മ്ലേച്ഛമായ ജീവിതം നയിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ബില്ലി ഗ്രഹാം ബൈബിൾ എടുത്ത് ഉയർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞത്, ആമേൻ, ഞാൻ സുശിക്ഷിക്കുന്നത് സർവശക്തനായ ദൈവത്തെ ആണെങ്കിൽ എന്റെ മകൻ ഫ്രാങ്ക്ലിൻ ഈ ബൈബിൾ എടുത്തിരിക്കും. ഹല്ലേലൂയ, ഗ്ലോറി, ശിബാന, ജൂഡവല. ഒരപ്പന്റെ ആമേ ധൈര്യമാണ്. എന്താണ് ബില്ലി ഗ്രഹാം? ആരാണ്? ആമേ, സ്തോത്രം. നിങ്ങൾക്കറിയാമല്ലോ എന്നെ കാട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ഹല്ലേലൂയ ബില്ലി ഗ്രഹാം ഫൗണ്ടേഷന്റെ ചെയർമാനായി ലോകമെമ്പാടും ഈ ഫ്രാങ്ക്ലിൻ ദൈവവചനവുമായി ഓടുന്നു. എന്താണ് അസാധ്യം? ആമേൻ, അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞ് ഉപേക്ഷിക്കരുത്. ദൈവസന്നിധിയിൽ ആ ബില്ലി ഗ്രഹാം പിടിച്ചതുപോലെ ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. ആമേൻ ആമേൻ ആമേൻ. ഞാൻ മടങ്ങി വരേണ്ട സമയം പോന്നല്ലോ. ആമേൻ, സ്തോത്രം. വെള്ളമൊഴിച്ചു. ആമേൻ, നീ അസാധ്യമെന്ന് ചിന്തിക്കുന്ന അതാണ് ആ വെള്ളമൊഴിക്കുന്ന. വെള്ളത്തിന്റെ തീ ഇറങ്ങത്തില്ല. എന്നാൽ ഇന്ന് കേട്ടോ, ആമേൻ, പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് മറുപടിയില്ലാതെ ഞരങ്ങുന്ന ദൈവ പൈതലേ,
ആമേൻ നീ വ്യാകുലപ്പെട്ട്, ആമേൻ നിന്റെ ആരോഗ്യം ക്ഷീണിച്ച്, ആമേൻ നിനക്ക് രോഗാവസ്ഥയിലേക്ക് ദുഷ്ടന്മാർ വെല്ലുവിളിച്ചു കൊണ്ടുപോകുമ്പോൾ ഇന്ന് ഹല്ലേലൂയ അഭിഷിക്തൻ എന്ന നിലയിൽ ആമേൻ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ പോരുകളെ ഞാൻ ശാസിച്ച് ാണ് വിട്ടുപോട്ടെ. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. സ്വത്ര ഹല്ലേലൂയ. വെള്ളം ഒഴിച്ചു. ആമേൻ. ആ വെള്ളം ഒഴിച്ചു കഴിഞ്ഞു. ആമേൻ. തോട്ടും വെള്ളം കൊണ്ട് നിറഞ്ഞു. ആമേൻ. ദൈവസന്നിധിയിൽ അധിക നേരമൊന്നും പ്രാർത്ഥിച്ചില്ല ഏലിയാവ്. ആമേൻ. ഞാൻ നിന്റെ ദാസനെന്നും നിന്റെ ഹിതപ്രകാരം ഇത് ചെയ്തെന്നും നീ ഇസ്രായേലിന്റെ ദൈവമെന്നും വെളിപ്പെട്ട് വരട്ടെ. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ അവൻ പ്രാർത്ഥനയിൽ ആകാശത്തെ അടച്ചു മഴയും മഞ്ഞും നിർത്തി അവൻ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ തീ ഇറക്കി. ആമേൻ. ഹല്ലേലൂയ. യാഗവസ്തുവും മുഴുവൻ ഇനി ശ്രദ്ധിച്ചു കേട്ടോളണം. ആമേൻ. തൊട്ടിലെ വെള്ളം വരിച്ചു കളഞ്ഞു. ആമേൻ. വെള്ളത്തിന്മേൽ ആമേൻ വെള്ളം മുഖാന്തരം ഏതെങ്കിലും ഭാരമോ പ്രയാസമോ രോഗമോ വെല്ലുവിളികളോ അനുഭവിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ ആത്മാവിഷയത്തിനാൽ ഇടപെടുകയാണ്. നിന്റെ വെള്ളത്തെ ആമേൻ ശുദ്ധീകരിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. രണ്ടാമത് ഗ്ലോറി സ്തോത്ര. നീ വസിക്കുന്ന നിന്റെ ഭവനമിരിക്കുന്ന ആമേൻ ഭൂമി മണ്ണും ദഹിപ്പിച്ചെന്നാ പറയുന്നത്. ആ മണ്ണിന്മേൽ ആമേൻ ഹല്ലേലൂയ അവകാശം പറയുന്ന ദേശത്തിന്റെ പോരുകളുണ്ടെങ്കിൽ, മന്ത്രശക്തികളുണ്ടെങ്കിൽ അത് നിങ്ങൾക്കറിയത്തില്ല. നിങ്ങൾ കുറഞ്ഞ കാലമേ ആയിട്ടുള്ളായിരിക്കും അവിടെ താമസം തുടങ്ങിയിട്ട്. എന്നാൽ പലപ്പോഴും പല വെല്ലുവിളികളും ഈ മണ്ണിൽ നിന്നുണ്ട്. ആമി സ്തോത്രം ഹല്ലേലൂയ. കേട്ടിട്ടില്ലേ? ആമി കൂടോത്രം ചെയ്ത് മണ്ണിനകത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്. ആമി ആഭിചാര പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽക്ക് ആമേൻ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ കർത്താവിന്റെ അഭിഷിക്തൻ എന്ന നിലയിൽ നീ വസിക്കുന്ന ഭൂമി മുഖാന്തരം നിന്നെ അലോരസപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിന്നോട് വെല്ലുവിളി ഉയർത്തുന്നുണ്ടെങ്കിൽ, നിന്റെ തലമുറയെ നിന്റെ ജാത്യ ജീവിതത്തെ ആമീൻ മണ്ണ് ആമീൻ ഹല്ലേലൂയ മണ്ണ് കൊണ്ടുണ്ടാക്കിയ നമ്മുടെ ജഡത്തിന്മേൽ ഹല്ലേലൂയ പോരുകളുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ നദിനെ തമ്പുരാൻ കത്തിച്ചു കളയുക. ആത്മാവിന്റെ തീയാൽ അതിനെ ദഹിപ്പിച്ചു കളയുക. എന്ത് സംഭവിച്ചു? ആമേന തീ ഇറങ്ങിയതും പോലെ ഇസബേലിന്റെയും ആമേന ബാലിന്റെയും ആമേൻ 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 കള്ളപ്രവാചകന്മാരെ, മന്ത്രവാദികളെ, ഹല്ലേലൂയ ആമേൻ പലവിധമായ ആവിചാര പ്രവൃത്തികൾ ചെയ്യുന്നവൻ, ക്ഷുദ്രം ചെയ്യുന്നവൻ, ആമേൻ ആമേൻ മന്ത്രങ്ങൾ ചെയ്യുന്നവൻ, നിനക്കെതിരെ നിന്റെ കുടുംബത്തിനെതിരെ നിന്റെ തലമുറകളെ ബന്ധിച്ച് വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്ന അന്യായ പോരുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് വെട്ടിമാറ്റുകയാണ് പരിശുദ്ധാത്മാവ്. കള്ളപ്രവാചകനെയും അവന്റെ സകല പ്രവർത്തികളെയും വെട്ടിമാറ്റിയേലി അവൻ കുട്ടരും കൂടെ സ്വത്രം ദേശത്തെ ശുദ്ധീകരിച്ചു. ആമേൻ ആമേൻ. പ്രാർത്ഥിച്ചോ ആമേൻ ആമേൻ. ഹല്ലേലൂയ. കള്ളപ്രവാചകന്മാരെ പോലെ ആമേൻ ദേശത്തെ മുടിക്കിപ്പിക്കുന്ന സ്വർഗ ഹല്ലേലൂയ വിവാഹ ആമേൻ ഹല്ലേലൂയ ഗർഭചിത്രം അങ്ങനെ വിവിധങ്ങളായ പ്ലേച്ഛതകൾ നടമാടുന്നതിന്റെ നടുവിൽ ഒരു ഏലിയാവ് പ്രത്യേകമായിട്ട് ഒന്നുമല്ല നമ്മെ പോലെ ഒരുവൻ പ്രാർത്ഥിച്ചപ്പോൾ അന്ധകാര ശക്തികളെ വെട്ടിമാറ്റുവാനിടയായി. ഇതാണ് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇനി ഞാൻ ഹല്ലേലൂയ സ്തോത്രം ഗ്ലോറി ഹല്ലേലൂയ മടങ്ങി വരട്ടെ. ആമേൻ. സ്തോത്ര. നമ്മുടെ കുറിവാക്യത്തിലേക്ക് ഞാൻ വരികയാണ് പ്രിയമുള്ളവരെ. എന്താണ് സ്തോത്ര? സങ്കീർത്തനക്കാരനായ ആസാഫ് പറയുന്നത് ആമേൻ ഹല്ലേലൂയ സ്തോത്ര. ഇനി കാളയും വേണ്ട, എനിക്ക് ആടും വേണ്ട. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ആമേൻ. ഒരു കാള വേണമെങ്കിൽ ഇന്ന് ഈ നാട്ടിൽ കേരളത്തിൽ ആമേൻ 30, 40, 50,000 രൂപ വരെ വിലയുണ്ട്. ആമേൻ സ്തോത്രം. തമ്പുരാൻ പറയുക സങ്കീർത്തനക്കാരനിൽ കൂടെ ആമേൻ എനിക്ക് കാളയെ വേണ്ട,
സ്വത്രം പറഞ്ഞോണം. പ്രൈസ് ദി ലോർഡ്. എത്ര രൂപ കൊടുത്ത കാളെ കൊണ്ടുവന്നാണോ ഈ ഹല്ലേലൂയ ദിവസം ഇരിക്കുന്നത്? ആമേൻ, ഹല്ലേലൂയ, സ്വത്രം. രണ്ടാമത് പറയാ, ഞാൻ ആടുകളുടെ കൊലാട്ടം കൊറ്റന്മാരുടെ രക്തം കുടിക്കുമ്പോ എനിക്കതൊന്നും വേണ്ട. ഒരു വലിയ നാട് കുഞ്ഞാടിന്റെ കാൽവറിയിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരം ഒരു പൈസ പോലും ദൈവ പൈതലേ നീ മുടക്കാതെ ചൂടവല ദൈവത്തിന്റെ കരുണ യാതൊരു യോഗ്യതമില്ല സ്ഥാനത്ത് പുറംപുറമിക്കിടുന്ന സ്ഥാനത്ത് ഗ്ലോറി ആർക്കും വേണ്ടാതിരുന്നപ്പോൾ, വീട്ടുകാർക്കും വേണ്ടാതിരുന്നപ്പോൾ, തള്ളപ്പെട്ട സ്ഥാനത്ത്, രോഗിയായിരുന്ന സ്ഥാനത്ത്, ആ സ്ഥാനത്ത് നിന്ന് ഗ്ലോറി ഹല്ലേലൂയ, എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഒരു പൈസ പോലും ഗ്ലോറി സ്തോത്രം പ്രതിഫലം വന്നാതെ വാഴ്ത്തപ്പെട്ടവനായ കുഞ്ഞാട് നമുക്ക് വേണ്ടി യാഗം ആയിത്തീർന്നു. അതുകൊണ്ട് വെറുതെ ഇരിക്കരുത്, സ്തോത്രം പറയണം. നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തോട് ദൈവത്തിന് മഹത്വം കരറ്റിക്കൊണ്ട് വേണം ഇരിക്കാൻ. ഹല്ലേലൂയ, സ്തോത്ര സ്തോത്ര സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുകയാണ്, അടുത്ത വാക്യം പറയുകയാണ്, എനിക്ക് ഇതൊന്നും വേണ്ട, സ്തോത്രയാഗം അർപ്പിക്കാം. നിന്റെ കാള വേണ്ട. ഒരുപക്ഷെ നീ പള്ളിക്ക് വേണ്ടി ഒരുപാട് ചെലവാക്കുന്നായിരിക്കാം. അവിടെ ഇവിടെയൊക്കെ ദാനം കൊടുക്കുന്നുണ്ടായിരിക്കാം. അതൊക്കെ നല്ലതാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർവീജമാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുമ്പോൾ ഇന്ന് ഹല്ലേലൂയ ദൈവവേദിലെ വ്യക്തമായി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. അതൊന്നുമല്ല എനിക്ക് വിഷയം. നീ എന്തെല്ലാം ദാനധർമ്മങ്ങളും നടത്തിയാൽ അത് നിന്റെ ഉത്തരവാദിത്വമാണ്. അത് ദൈവ പൈതൽ ചെയ്തിരിക്കണം. അതിന്റെ മഹത്വം പറഞ്ഞ് കയ്യും കെട്ടി വായും പൊട്ടി ഇരിക്കരുത്. കർത്താവ് പറയുന്നു, എന്താണ് പറയുന്നത്? സ്വത്രയാഗം അർപ്പിക്കാം, സ്വത്രം ചെയ്യുകയും വായ തുറക്കണം. 81 സങ്കീർത്തനം 10 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിന്റെ വായ വിസ്താരത്തിൽ തുറക്കാം, ഞാൻ അതിനെ നിറയ്ക്കുമെന്ന്. ഏതെങ്കിലും വിഷയങ്ങളുടെ നടുവിൽ ഭാരത്തോടെ വേദനയോടെ ഇരിക്കുന്നെങ്കിൽ സ്തോത്രം, നിന്റെ വായ തുറന്ന് ദൈവസന്നിധിയിൽ ആരാധിച്ചോ, സ്വത്രം ചെയ്തോ. എന്തുകൊണ്ടെന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ സഹതി എരിഹോ മതിലിന്റെ അളവും പൊക്കവും വീതിയും ഹല്ലേലൂയ സ്തോത്രം ആർപ്പിന്റെ നടുവിൽ ഇടിഞ്ഞതാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവ വൈതലേ രാത്രികാലം ദൈവ വൈതലേ നിന്റെ മുൻപേ മനുഷ്യരാൽ അസാധ്യമായ മതില് പോലെ നിൽക്കുന്ന ഏതെല്ലാം വിഷയങ്ങളായാലും നിന്റെ സ്തോത്രത്തിന്റെ മുമ്പ് അതിനെ പകർത്തു മാറ്റിക്കൊണ്ട് ദൈവം നിനക്ക് മുൻപോട്ടുള്ള ഒരു സുഖമായ യാത്ര നൽകുമെന്ന് ദൈവാത്മാവ് ദൂത പറയുന്നു. എന്തിനു മുമ്പിൽ? മിസൈൽ അടിച്ചില്ല, ബോംബിട്ടില്ല, ഇടിച്ചു തകർത്തില്ല. എന്ത് ചെയ്തു? സ്തോത്ര ആർപ്പിട്ടു സ്തോത്ര മടങ്ങി വരട്ടെ. സ്തോത്ര ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോയ സഹോദരങ്ങൾ പൗലോസും ശീലാസും കാരാഗ്രഹ ഉൾമുറി ചങ്ങലക്കിട്ട് പീഡനത്തിന്റെ നടുവിലായിരിക്കുമ്പോ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റു. അവർ ഹല്ലേലൂയ പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ചു. സ്തോത്രം ആരാധിച്ചപ്പോൾ എന്താണ് യോബ് പറയുന്നത്? 27:23 മനുഷ്യൻ അവന്റെ നേരെ കൈകൊട്ടും, അവന്റെ സ്ഥാനത്ത് നിന്ന് അവരെ ഹല്ലേലൂയ ഓടിക്കും. ശത്രു പിടിച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്നെ പുറത്തിറക്കയില്ലെന്നോ പുറലോകം കാണിക്കയില്ലെന്നോ നിനക്ക് നന്മ ഉണ്ടാകുകയില്ലെന്ന് പറഞ്ഞ് ശത്രുവിന്റെ കരം പിടിച്ചു വെച്ചിരിക്കുന്നുവെങ്കിൽ ആത്മാവിൽ ആരാധിച്ച് ശക്തിപ്പെട്ടതായ, സ്വത്രം ചെയ്ത് കരങ്ങളെ അടിച്ചതായ കരമടിക്കുമ്പോൾ ശത്രുവിന്റെ കരത്തെ പറിച്ചെറിയുന്ന ദൈവത്തിന്റെ മഹത്വമേറിയ ശുശ്രൂഷ അത് തന്നെയാണ് ഹല്ലേലൂയ സങ്കട
ആസാബ് പറയുന്നത് സ്തോത്രം. ആമീൻ. ആസാബ് തന്നെയല്ല ദൈവമക്കളെ പറയുന്ന എബ്രായ ലേഖനം എഴുതിയ പൗലോസ് പറയുന്നു 13-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആദരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ആകയാൽ സ്തോത്രം സ്തോത്രം ചെയ്യുമ്പോൾ പിന്നെ എന്താണ് വായിക്കുന്നത്? എളുപ്പം വായിക്കാമെങ്കിൽ 1-2 പോയിന്റൂടെ പറഞ്ഞ് എന്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിനെ അവന്റെ നാമത്തെ ഏറ്റു പറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. മതി. ഇനി അടുത്തത് ഗലാത്യർ 5:19. ആ ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദുന്നപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. മതി. സ്തോത്രം. താങ്ക് യു. ഗ്ലോറി. നീ വാ തുറന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ, ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളും നിന്റെ അകത്ത് കൂടുകെട്ടിയിരിക്കുക. ആദരം തുറന്ന് ദൈവത്തിന് സ്തോത്രം കരേറ്റുമ്പോൾ ആമേൻ ഇതിനവിടെ ഇരിക്കുവാൻ കഴിയാതെ ആത്മാവ് ഇറങ്ങി ഈ ജഡത്തിന്റെ പ്രവർത്തികളെ ഉന്മൂലം നാശം ചെയ്ത് ആമേൻ ഗ്ലോറി ഹല്ലേലൂയ നീ ഏറ്റവും ഫ്രീ ആകും. ആമേൻ വിശുദ്ധിയിലേക്ക് നടത്തപ്പെടും, ആത്മാവിൽ നിറയപ്പെടും എന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. അതാണ് കാളകളുടെ യാഗം, ആമേ കൊലാട്ടുകത്തിന്റെ യാഗം, ആമേ സ്തോത്രം. ഇതൊക്കെ മൃഗങ്ങളാണ്, ജഡമാണ്. ഈ ജഡം വെച്ച് ത്തിന്റെ ചിന്തകളാണ്. ഇത് മുഖാന്തരമാണ് ആത്മാവ് ഇറങ്ങാത്തത്, വിടുതൽ ലഭിക്കാത്തത്. ആമേൻ. നീ സ്തോത്രം ചെയ്ത് കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കരേറ്റുമ്പോൾ ഇതിനകത്ത് കുടിയിരിപ്പാൻ സാധ്യമല്ലാതെ ഇത് പുറത്തു വരുമ്പോൾ ആമേൻ. വായിച്ചാട്ട് 19-ന്റെ ബാക്കി 20, 21, 22 വായിച്ചാട്ട്. ഹല്ലേലൂയ. ഈ വക പ്രവർത്തിക്കുന്നവർ ആഭിചാരം, പക, പിണക്കം, അത് കഴിഞ്ഞല്ലോ. ആത്മാവിന്റെ ഫലമോ? ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വായ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. അതിന്റെ ആമേൻ. ആത്മാവിന്റെ തികവകത്ത് വന്നു കഴിയുമ്പോൾ ദൈവവൈതലെ സ്തോത്രം നിന്റെ മുമ്പിൽ. ആമേ തിരുവചനം പഠിക്കുന്നല്ലോ. ആമേ പത്രോസ് നടന്നു പോകുമ്പോൾ മീൻപിടുത്തക്കാരൻ, ഒരു കഴിവില്ലാത്തവൻ, വിദ്യാഭ്യാസമില്ലാത്തവൻ, അവൻ നടന്നു പോകുമ്പോൾ അവന്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമായെങ്കിൽ ആമേ സ്തോത്രം. മാറ്റം എന്തെന്നറിയാത്തത് ആമേ ഒരു കാലഘട്ടം 2000 വർഷങ്ങൾക്ക് മുൻപ് മുക്കവൻ എന്നറിയപ്പെടുന്ന ഒരു മത്സ്യം പോലും പിടിക്കുവാൻ കഴിവില്ലാതെ ഒരു രാത്രി ആമേൻ ഭാരപ്പെട്ടതായ ആമേ പത്രോസ് ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു. എന്താണ് പറയുന്നത്? മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. എന്താണ് സ്വത്രം? ഇന്നത്തെ ആറ്റത്തിന്റെ ആമേ വെളിപ്പെടുത്തലുകള് പത്രോസിൽ കൂടെയാണ് ഉണ്ടായത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, അകത്തിരിക്കുന്ന ജഡത്തെ കത്തിച്ചാൽ ആത്മാവിന്റെ ആമേൻ അനുഭവങ്ങൾ പുറത്തു വരും, തോത് വരും, ആമേ കൃപാവരം വരും. നീ ആരുടെ മേൽ കൈവച്ചോ ആ രോഗികൾ സൗഖ്യമാകും, ആമേ ഭൂതങ്ങൾ വിറയ്ക്കാം. അതാണല്ലോ സ്വത്രം. ഹല്ലേലൂയ. പൗലോസിന്റെ മേൽ നിന്ന് ഒരു റൂമാൽ കൊണ്ടിട്ടാൽ രോഗികൾ സൗഖ്യമാകും. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവവൈദ്യലെ, ആമേ സ്തോത്രം കേൾപ്പിച്ച വചനം പ്രകാരം ആമേ റോമർ 12 ഒന്നുകൂടെ വായിച്ച് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. സ്തോത്രം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. Glory to God, glory to God, glory to God.
മിശിഹായെ സ്തുതിക്കുന്നു. ഈ യാഗം തിരുവചനം പറയുന്നത് പോലെയുള്ള യാഗം കഴിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ആമേൻ. ഈ ജനവുമായി അടിയൻ തിരുസന്നിധിയോട് അടുത്തു വരുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇനി മുതലുള്ളതായ സ്തോത്രം ദൈവത്തിന് സൗരഭ്യവാസന മണക്കുന്നു. ആമേൻ. പ്രാർത്ഥനയായി, ആരാധനയായി, ആമേൻ, മാറുവാൻ തക്കവണ്ണം നിന്റെ ജനത്തെ ഏൽപ്പിക്കുന്നു. ആമേൻ. തടസ്സമിട്ടുകൊണ്ട് ആമേൻ കൈകളെ ബന്ധിക്കുന്ന, ആമേൻ, ആദരത്തെ ഹല്ലേലൂയ തുറപ്പിക്കാതെ, ആമേൻ, മൗനമായി ഇരുത്തിക്കൊണ്ട്, ആമേൻ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാതെ ഹല്ലേലൂയ ഭാരത്തിലും ക്ഷീണത്തിലും രോഗത്തിലും ബന്ധിക്കുന്ന, ആമേൻ, ദുഷ്ട വ്യാപാര ശക്തികള്, അതിന്റെ പോരുകള്, പോരാട്ടങ്ങള്, പോർവിളികള്, തന്ത്രങ്ങള്, മന്ത്രങ്ങള്, വെച്ചുകാഴ്ചകൾ, വെച്ചുപൂജകൾ, നർത്തകാഴ്ചകൾ, ജാതീയ പോരുകൾ, ഹല്ലേലൂയ, സാമുദായിക കെട്ടുബന്ധങ്ങൾ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ ശാസിച്ച ഭജിക്കാം, വിട്ടുമാറട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ വചനം കേട്ട എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ അഭിഷിക്കുന്ന നിലയിൽ അനുഗ്രഹിച്ച് തൃക്കരങ്ങളിൽ സമർപ്പിക്കും. ഇവർ മലമേലിരിക്കുന്ന പട്ടണം പോലെ തന്റെ ശോഭിക്കുന്ന വിളക്കായിട്ട് ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ശോഭിപ്പാൻ ദൈവ കൃപ ചെയ്താട്ട്. ഹല്ലേലൂയ. മഹത്വപ്പെടുത്താട്ട്. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ